ഹലോ. ധാരാളം രക്ഷിതാക്കൾ, കുട്ടികളുടെ പാരൻസ്, പ്രത്യേകിച്ച് +2 പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം, ബിടെക്കിന് ഇനി കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനെ കുറേ സ്പെഷ്യൽ ഏരിയകളുണ്ടല്ലോ. പല കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ബ്രാഞ്ചസ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചാൽ എന്തുമാത്രം ജോബ് സാധ്യത 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഉണ്ടാകുമെന്നുള്ള ചോദ്യമുണ്ട്. അവരുടെ രക്ഷിതാക്കളുടെ ആശങ്കയാണ്. എംടെക്കിന് പഠിക്കണമോ, പുറത്ത് പോകണോ, വിദേശത്ത് സാധ്യതയുണ്ടോ, നമ്മുടെ നാട്ടിൽ എല്ലാവരും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ള സംശയമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും ഈ സബ്ജക്ട്സ് പഠിക്കുന്നില്ല. ഈ സബ്ജക്ട്സിൻ്റെ ഭാവിയിലുള്ള ജോബ് മാർക്കറ്റ് എന്താണ് അവർ പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇനി അത് ഏതൊക്കെ ആണ് ജോലികൾ, അതുപോലെ തന്നെ അതിൻ്റെ ജോബ് മാർക്കറ്റും, അത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളും, അതുപോലെ തന്നെ ഇനി +2 ഇപ്പം എൻജിനീയറിങ്ങിന് ചേരുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് അതിൻ്റെ സ്പെഷ്യാലിറ്റി ഏരിയകൾ, അതിൻ്റെ സ്പെഷ്യൽ ഏരിയകളിലോട്ട്, സ്പെഷ്യലൈസേഷൻ ഏരിയകളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ചില ലോകപ്രശസ്ത യൂണിവേഴ്സിറ്റികൾ ഫ്രീ ആയിട്ട് കുറേ ഓൺലൈൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും കൂടി പറയാനാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ. നമ്മുടെ വീഡിയോയിൽ ബിടെക്, AI, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, ബിടെക്കുകാർക്ക് മാത്രം വേണ്ടിയുള്ള ജോബ് മാർക്കറ്റും അവർക്കുള്ള സാധ്യതകളുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവർക്ക് എന്തുമാത്രം ഫ്യൂച്ചറിൽ ജോബ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എല്ലാ മേഖലയിലും, അതായത് നമ്മൾ ഊബർ മുതൽ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് കമ്പനികൾക്ക് വരെ ഇപ്പോഴ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിൽ, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രീസിൽ, അങ്ങനെ നിർമ്മാണ ഇൻഡസ്ട്രിയിൽ മുഴുവനും, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ, ഡിസൈനിൽ മുഴുവനും തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനം അത്രയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ജോബ് മാർക്കറ്റിനെ കുറിച്ച് ആരും പേടിക്കേണ്ടതില്ല. ഇതിനെക്കുറിച്ച് വേൾഡ് ഇക്കണോമിക് ഫോറം അതിൻ്റെ സർവേ അനുസരിച്ച് 2030 ആകുമ്പോൾ 78 മില്യൺ AI റിലേറ്റഡ് ജോബ്, AI റിലേറ്റഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡാറ്റാ സയൻസ് വരും, മെഷീൻ ലേണിംഗ് വരും, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി വരും, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വരും, അങ്ങനെ ഉള്ള എല്ലാം വരും. അപ്പം ഈ ന്യൂ ജനറേഷൻ എല്ലാം കൂടെ ഉള്ള ജോബ് സാധ്യത 78 മില്യനാണ്. നമുക്ക് എങ്ങനെയാണെങ്കിലും ഇന്ത്യയുടെ കണക്കനുസരിച്ച് 2030 ആകുമ്പം ഒരു 10 ലക്ഷം പ്രൊഫഷണൽസിന് AI റിലേറ്റഡ് ജോബിന് തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് താല്പര്യമുള്ള, കമ്പ്യൂട്ടർ സയൻസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏരിയ ഇഷ്ടപ്പെടുന്ന എല്ലാ +2 കൂട്ടുകാർക്കും, അതുപോലെ +1 പഠിക്കുന്നവർക്കും ഇനി അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ ഏരിയ നല്ല ഹൈലി ജോബ് പൊട്ടൻഷ്യൽ വിത്ത് ഹൈ പാക്കേജ് സാലറി ഉള്ളതാണെന്ന് നിസ്സംശയം പറയാം. കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ജനറൽ കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിലും പ്രധാനപ്പെട്ട കോളേജിൽ എടുക്കാം. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ആ പേരിൽ തന്നെ ഇല്ലെങ്കിലും ധൈര്യമായിട്ട് എടുക്കാം. ഇപ്പോൾ CET പോലൊരു കോളേജിൽ, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പോലത്തെ ഒരു കോളേജിൽ, TKM പോലത്തെ ഒരു കോളേജിൽ ഉറപ്പായിട്ട്, അതുപോലെ തന്നെ മാറത്തനേഴ്സ് കോളേജ്, NSS പാലക്കാട്, കണ്ണൂർ ഗവൺമെൻറ് കോളേജ്, ഇങ്ങനെയുള്ള കോളേജിലൊക്കെ ധൈര്യമായിട്ട് ജനറൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെഷ്യൽ വിഭാഗത്തിലോട്ട് ഉറപ്പായിട്ട് പോകാം. പക്ഷേ ഈ അടുത്ത കാലത്ത് 2-3 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായൊരു മാറ്റം, ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇങ്ങനെയുള്ള ധാരാളം കോഴ്സുകൾ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് അറിയാതെ ഈ സബ്ജക്റ്റ്, ഈ ബ്രാഞ്ച് എടുക്കരുത്. എന്തായാലും ജോബ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. നന്നായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളും നിങ്ങൾ പാസ് പെർസെൻറ്റേജും ഒക്കെ നോക്കി തീർച്ചയായിട്ടും കോളേജുകൾ തിരഞ്ഞെടുക്കണം. ഇപ്പം അതിൻ്റെ സമയമാണ്. എന്തൊക്കെ പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് നോക്കാം. AI കരിയർ
സാധ്യതയിൽ അതിൻ്റെ ജോബ് മാർക്കറ്റിൽ ഇന്ത്യ 4ാം സ്ഥാനമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിൽക്കുന്നവർക്ക് ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യാം, കേരളത്തിൽ ജോലി ചെയ്യാം. കാരണം ധാരാളം കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഒക്കെ ആയിട്ട് ധാരാളം കമ്പനികൾ, എയർ റിലേറ്റഡ് കമ്പനികളുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ജോബ് മാർക്കറ്റ് വളരെ വലുതാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ജോബുകൾ എന്നുള്ളതാണ്. അത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ്സ്, അതുപോലെ തന്നെ ബിഗ് ഡാറ്റ സ്പെഷ്യലിസ്റ്റ്സ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്സ്, ഡാറ്റ വെയർഹൗസിംഗ് സ്പെഷ്യലിസ്റ്റ്സ്, പിന്നെയുള്ളത് ഓട്ടോണമസ് വെഹിക്കിൾ സ്പെഷ്യലിസ്റ്റ്സ്. ഡ്രൈവറില്ലാത്ത വാഹനങ്ങളൊക്കെ നമുക്ക് ഇപ്പം കുട്ടികൾക്ക് പോലും വളരെ സുപരിചിതമാണ്. അതുപോലെ തന്നെ റോബോട്ടിക് എഞ്ചിനീയേഴ്സ്, UI ആൻഡ് UX ഡിസൈനേഴ്സ് തുടങ്ങിയ ധാരാളം പുതുതായിട്ട് വരുന്ന ജോലികളിലേക്കാണ് ഈ ബിടെക് ഈ ഏരിയയിലേക്കുള്ള കുട്ടികൾ തിരഞ്ഞെടുക്കേണ്ടത്. അവർക്കുള്ള ഏരിയകൾ ഇതാണ്: കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ്. ഇതെല്ലാം എവിടെ പഠിക്കാമെന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക കാണും. നമ്മൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ IIT-കളാണ്. IIT-കളിൽ ഒരു പക്ഷേ കിട്ടാനായിട്ട് JEE അഡ്വാൻസ് വേണം. അതിൽ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും NIT-കളുണ്ട്. NIT-നൊപ്പം തന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി നമ്മുടെ കോട്ടയത്ത് അതിൽ സെൻറ്ററുണ്ട്. 26 സെൻറ്ററിൽ ഒരെണ്ണം കോട്ടയമാണ്. അവിടെ എല്ലാം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ഡാറ്റ സയൻസ്, ഇങ്ങനെയുള്ള കോഴ്സുകളാണ് മാത്രമുള്ളത്. നിങ്ങൾക്ക് അതിന് PG എടുക്കാം. അതുപോലെ തന്നെ റിസർച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും പ്ലേസ്മെൻറ്റ് സെല്ല് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ബിടെക് കഴിഞ്ഞാൽ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതിന് പരിഗണിക്കുന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണത്. ഇനി അതിന് പുറമേ നമ്മൾ പിന്നീട് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഐസറിൽ ഇത് തുടങ്ങുമെന്ന് പലരും സാധാരണ കരുതില്ല. ഐസർ കൽക്കട്ടയിൽ പിന്നെ കമ്പ്യൂട്ടേഷണൽ ഡാറ്റാ സയൻസ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സീറ്റേ ഉള്ളൂ, അവർക്ക് പ്രത്യേക എൻട്രൻസ് ആണ്. അതുപോലെ തന്നെ ഭോപ്പാലൊരു ഐസറുണ്ട്, അവിടെ കമ്പ്യൂട്ടേഷണൽ ഡാറ്റാ സയൻസ് കോഴ്സുണ്ട്. ഐസറിലെ പ്രത്യേക എൻട്രൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കീം പരീക്ഷ അനുസരിച്ച് നമ്മളെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളെല്ലാം തന്നെ ഈ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI ആൻഡ് മെഷീൻ ലേണിംഗ്, അത് നേരത്തെ പറഞ്ഞ പരാമർശിക്കപ്പെട്ട എല്ലാ സ്പെഷ്യലിനും ചിലതൊക്കെ പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട കോളേജിലെല്ലാം തന്നെ ഈ കോഴ്സുകളുണ്ട്. നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഗവൺമെൻറ് കോളേജുകളിൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാം തന്നെ ധൈര്യമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ എയ്ഡഡ് കോളേജുകൾ, പ്രധാനപ്പെട്ട ചില സ്വാശ്രയ കോളേജിൽ, അടിസ്ഥാന സൗകര്യങ്ങളുള്ള കോളേജിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI തിരഞ്ഞെടുക്കാം. ഇനി ഏറ്റവും നല്ല ക്യാമ്പസിൽ കമ്പ്യൂട്ടർ സയൻസ്, ജനറൽ കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുത്താൽ പോലും നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ടും റോബോട്ടിക്സിലോട്ടും മെഷീൻ ലേണിങ്ങിലോട്ടും ഡാറ്റാ സയൻസിലോട്ടും സൈബർ സെക്യൂരിറ്റിയിലോട്ടും ഉറപ്പായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കാം. ഇനി അങ്ങനെ താല്പര്യമുള്ള കൂട്ടുകാർ +2 പഠിക്കുന്ന ഇപ്പം പിന്നെ എൻജിനീയറിംഗ് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി ലോകപ്രശസ്ത യൂണിവേഴ്സിറ്റിയായ ഹവാർഡ് യൂണിവേഴ്സിറ്റി കുറേ ഓൺലൈൻ ഫ്രീ കോഴ്സസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ തന്നെ ഡിസൈൻ ചെയ്ത CS50 എന്നുള്ളൊരു കോഴ്സുണ്ട്. മിക്കവാറും കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സ് ബ്രാഞ്ച് പഠിക്കുന്ന ആർക്കും അത് പഠിക്കാം. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു ഡസനോളം കോഴ്സുകൾ ഹവാർഡ് യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് പഠിക്കാം. ഹവാർഡ് യൂണിവേഴ്സിറ്റിയോടൊപ്പം തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്, ലോകോത്തര യൂണിവേഴ്സിറ്റിയാണ്. അവർക്കും ഇതുപോലെ ധാരാളം കോഴ്സുകളുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും പേരിൽ. അതുപോലെ തന്നെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ബെർക്കിലി, അവർ കുറേ നാളായിട്ട് ഫ്രീ ഓൺലൈൻ കോഴ്സ് തുടങ്ങിയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ക്യാമ്പസിലെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഓൺലൈൻ കോഴ്സുകൾ കൂടി പഠിക്കുന്നുണ്ട്. ഇപ്പോഴേ തയ്യാറാവുക. ഈ ഓൺലൈൻ കോഴ്സുകൾക്കെല്ലാം സർട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പ്രധാനപ്പെട്ട ഈ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ റെസ്യൂമെ വളരെ റിച്ചാക്കും. ബിടെക്കിനോടൊപ്പം തന്നെ ബിടെക് കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ പലർക്കും പ്ലേസ്മെൻ്റ് ആകും. നിങ്ങളെ ഈ സർട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റിനോടുള്ള അടുപ്പം കൂട്ടുകയും നിങ്ങളതിൽ എക്സലൻ്റ് ആവുകയും നിങ്ങൾ വണ്ടർഫുൾ കരിയേഴ്സിലോട്ട് തീർച്ചയായിട്ടും എത്തുകയും ചെയ്യും. വേണമെന്നുള്ളവർക്ക് വിദേശങ്ങളിൽ പഠിക്കാം. അമേരിക്ക, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ ധാരാളം രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്താം.
തൊഴിൽ കണ്ടെത്താം. ഇതൊരു ഗ്ലോബൽ കരിയറാണ്. എ ഐ ഇല്ലാത്ത ഒരു കാലം ഇനി ചിന്തിക്കാനേ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹാവ് എ വണ്ടർഫുൾ കരിയർ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി. താങ്ക് യു.